എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കാലത്ത് നമ്മൾ അഹമ്മദാബാദ് അടുത്ത് നമ്മുടെ ഒരു ലോറിത്താവളം, ഫ്രണ്ട്സ് ലോറിത്താവളം ഉണ്ടായിരുന്നു ഇവിടെ. ആ ലോറിത്താവളത്തിലാണ് ഇന്ന് താമസിച്ചത്. ഇന്നലെ താമസിച്ചത്, അതിന് ശേഷം ഒരു ദിവസം കൂടി ഞാൻ താമസിച്ചു. ഇത് രണ്ടാമത്തെ ദിവസമാണ്. അന്ന് വ്ളോഗൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വയറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഒരു റെഡ് കളർ എന്തോ സാധനമൊക്കെ, ബ്ലഡിൻ്റെ ഒരു ഇതൊക്കെ കണ്ട്, അങ്ങനെ കുറച്ച് ഇതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ ഇവിടെ തന്നെ ഒരു ദിവസം കൂടി റെസ്റ്റ് എടുത്തു. കാരണം ഇന്നലെ 100 കിലോമീറ്റർ ചവിട്ടി. ഡയറിയയ്ക്ക് ഏറ്റവും അത്യാവശ്യം റെസ്റ്റും കൂടിയാണ് കേട്ടോ. അത് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ചെയ്തത്. 100 കിലോമീറ്റർ 115 കിലോമീറ്റർ ഇന്നലെ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. സോ നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ് നമ്മുടെ ലോറി താവളത്തിൽ ഈ റൂമിലാണ് കിടന്നത് കേട്ടോ. എല്ലാവരും ചായ കുടിക്കാൻ പോയേക്കാണ്. ഞാൻ ഇപ്പോൾ 4 നേരം ഇതും കൂടി കൂട്ടിയിട്ട് 4ാമത്തെ നേരം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണേ. ഇവിടെ ചോറുണ്ട്. ഞാൻ ചോറ്, അതുപോലെ തന്നെ തൈരിൽ കുറച്ച് ചോറ്, ഇന്നലത്തെ ചോറ്, ഇന്നലെ വാങ്ങിയ തൈര്, അതിൽ ഇന്നലത്തെ കറി ഇട്ട് ഒരു പച്ചമുളകും ഞെരടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ 4 നേരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ 5-6 നേരമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി സോ പഴങ്കഞ്ഞിന്ന് പറയാൻ പറ്റുമോ ഇതിനെ? അറിയില്ല എന്തോ. അപ്പോൾ ഈ സാധനം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പഴയ തന്നെയാണ്, പഴങ്കഞ്ഞിയാണ്. അപ്പോൾ സാധനം തൈരൊഴിച്ച് കാലത്ത് 8 മണിയായിട്ടുള്ളൂ കേട്ടോ. 8 മണിക്ക് എല്ലാവരും ചായ കുടിക്കാൻ പോയിട്ടുള്ളൂ, എണീറ്റിട്ടുള്ളൂ. ഞാനൊരു 7 മണിയായപ്പോൾ എണീറ്റുന്നു. അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റും കൂടി, വലിയൊരു അപ്ഡേറ്റ് കൂടി വരാനുണ്ട്. അത് ഇവിടെ നിന്ന് 200 കിലോമീറ്റർ അപ്പുറമാണ് ഒരു ചെറിയ വലിയ അപ്ഡേറ്റ് ഉള്ളത്. അത് കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ അവളെ അല്ല അത്. അപ്പോൾ അതുകൊണ്ടുണ്ട്. ഫുഡ് കഴിച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. സോ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പയ്യെ ഇറങ്ങാം. സെറ്റാക്കല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ യാത്ര പറയുകയാണ്. ദേ ഈ ഇരുട്ടത്തൊക്കെ ഒരാളുണ്ട് കേട്ടോ. ദൈവം ക്യാമറയിൽ കിട്ടണില്ല. അല്ലല്ല നാളെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആയിരുന്നു കമ്പനി അടിച്ച് ഇവിടെ ഒരു ദിവസം 2 ദിവസം വൈബാക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഫുഡിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ കുറെ നാളേക്ക് ശേഷം ആ ഫുഡ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതാ ഫുഡിന് തന്നില്ല? ഷോ എനിക്ക് തിരിച്ചെടുത്തത്. ആള് വണ്ടി നമ്പർ കാട്ടാൻ പറഞ്ഞിട്ടുണ്ട്. GJ01DY 2793. ഹാപ്പി ആയില്ലേ? ഓക്കെ. നെയിം ബോർഡ് ഇന്നലെ 2 ദിവസമായിട്ട് അത് തന്നെയായിരുന്നു, ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങൾ ചുമ്മാ അങ്ങനെ വർത്താനം പറഞ്ഞ കമ്പനി രസമായിരുന്നു കേട്ടോ. ബോറടിച്ചില്ല, ഇങ്ങനെ രസമായിരുന്നു. അപ്പോൾ ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗാന്ധിഗ്രാം ഗാന്ധിഗ്രാം അവിടെ ഒരു മലയാളി സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കിലോമീറ്റർ ചവിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ വരുന്നത്. ഓക്കെ. അപ്പോൾ നാട്ടിലോ അല്ലെങ്കിൽ വഴിയിൽ ആരെങ്കിലും ഒക്കെ സൈക്കിൾ ഓടി പോകണമെങ്കിൽ ഒരു ഹായ് കാട്ടാ. ചിലപ്പോൾ ഞാനൊക്കെ ആയിരിക്കും. ഓക്കെ. അടിപൊളി സെറ്റ് അടിപൊളി. അപ്പോൾ കാണാം. എനിക്ക് ആദ്യം കൈ കിട്ടിയായിരുന്നു. അതെ, ഓക്കെ, അടിപൊളി. ഇപ്പോൾ അഹമ്മദാബാദ് ടൗൺ കഴിഞ്ഞു കേട്ടോ. അഹമ്മദാബാദ് ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വലിയ ടൗണൊന്നുമില്ല. പിന്നെ രാജസ്ഥാനിലേക്ക് എൻ്റർ ആകും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് കേട്ടോ. കാരണം അഹമ്മദാബാദാണ് ഗുജറാത്തിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ടൗൺ എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഫുട്പാത്തിൽ കൂടെ ആട്ടോ റൈഡ് ചെയ്യണേ. ഞാൻ നോക്കുമ്പോൾ നല്ല രസം. ഇപ്പുറത്ത് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ കൂടെ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ടൗൺ ആട്ടോ, ഗുജറാത്തിലത്തെ ലാസ്റ്റത്തെ ടൗണാണ് അഹമ്മദാബാദ്. അതിൻ്റെ ക്യാപിറ്റലിലേക്കാണ്, ഗുജറാത്തിൻ്റെ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. ഗാന്ധിനഗർ. ആ ഒരു അപ്ഡേറ്റ് കൂടെ ഉണ്ട്. ഗുജറാത്തിൻ്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ കേട്ടോ. ദൈവം ഒരു ആവേശത്തിന് കയറിയത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങാമെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി സബർമതി റിവറാണ് കേട്ടോ. സബർമതി റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വഴിയാട്ടോ. ആക്ച്വലി ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സബർമതി ആശ്രമം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു യൂട്ടേൺ എടുത്തു. ആ റിവർ ഫ്രണ്ടിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ട് ഇതിൽ കൂടെ കയറിയിട്ട് ആ പാലല്ലേ, ആ കാണുന്ന പാലം കയറിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബർമതി ആശ്രമം ഉണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ
അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കേരള ഹോട്ടൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണവും കഴിക്കാം. അതിന് ശേഷം ഡെക്കാത്തലോൺ ഉണ്ട്. ഡെക്കാത്തലോണിലേക്ക് സമയം വെറുതെ ചിലവഴിക്കാൻ വേണ്ടി പോണതാട്ടോ. കാരണം എനിക്ക് ഇന്ന് രാത്രി താമസിക്കേണ്ട ഹോസ്റ്റ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട് വരണത്, കഫേ വരണത് 6 മണിക്ക് ശേഷം ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ 6 മണിക്ക് ശേഷം അവിടെ എത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ. അപ്പോൾ സബർമതി റിവറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നേരെ ആശ്രമത്തിലേക്ക് പോകാം. ഇവിടെയും ചെറിയ ആശ്രമവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഗുജറാത്തിലത്തെ സ്കൂള് ഫുള്ള് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ബസ്സല്ലേ? സ്കൂൾ ബസ്സല്ലല്ലോ? അല്ല കേട്ടോ, സ്കൂൾ ബസ്സല്ല. ഇത് ടൂർ കൊണ്ടുവന്നിരിക്കണതാണ്. നമ്മുടെ അവിടെ ഡ്രീം വേൾഡും വീഗാലാൻഡൊക്കെ അല്ലേ പോവാ. ഭയ ഓ സ്കൂൾ ബസ്സേ? സ്കൂൾ ബസ്സല്ല കേട്ടാ. അടിപൊളി. वो स्कूल बस है और नहीं प्राइवेट बस है? जी ये प्राइवेट है. प्राइवेट बस है? ओके. प्राइवेट बस ആണല്ലേ? ഇറ്റ്സ് എ വെക്കേഷൻ സ്റ്റുഡൻസ്. അതന്നെയാണ് കേട്ടോ, വെക്കേഷന് വേണ്ടി വന്നിരിക്കുന്നതാണ്. എക്സ്കർഷൻ ട്രിപ്പ്. ഓക്കെ. So you rented all this? Yes. All spend we visit Gandhi Ashram and corporations. Corporation. Okay. Government transfer. Okay. Government വണ്ടിയാണ് കേട്ടോ. ഓക്കെ. ഗവൺമെൻറ് ഗുജറാത്തിൻ്റെ. അടിപൊളി. ഓക്കെ ശരി. എൻ്റെ ഉദ്ദേശം ശരിയായിരുന്നു കേട്ടോ. സ്കൂളിലെ വണ്ടി തന്നെയാണ്. സ്കൂളിലത്തെ വണ്ടിയല്ല, ട്രാൻസ്പോർട്ട് വണ്ടിയാണ്. സബർമതി ആശ്രമത്തിലേക്ക് എൻട്രി ഫീയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പേരും ഫോൺ നമ്പറും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ കയറാൻ പറ്റും. എൻട്രി ഫ്രീ ആണ്. ഇത് ആക്ച്വലി അഹമ്മദാബാദിൽ തന്നെ കൊച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജൂൺ 17 1917 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത് കേട്ടോ. സബർമതി ഇതിൻ്റെ തീരത്തേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ നമ്മുടെ മഹാത്മാഗാന്ധിജിക്ക് കുറച്ച് ഫാമിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഖാദി മേക്കിങ്ങും അതുപോലെ തന്നെ കൗ ബ്രീഡിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാൻ സ്ഥലങ്ങളും അതുപോലെ ആവശ്യം വന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ഈ ആശ്രമത്തിൻ്റെ ഉള്ളിൽ. ഗാന്ധിജിയുടെ വീട് എന്ന് വേണമെങ്കിൽ പറയാട്ടെ ഈ സബർമതി ആശ്രമത്തിന് 1917 മുതൽ 1930 വരെ ഒരു മെയിൻ സ്ഥലമായിരുന്നു കേട്ടോ. മഹാത്മാഗാന്ധിജിയുടെ വീടായിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ തന്നെയാണ് കിട്ടുക. ഈ സബർമതി ആശ്രമത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, ഹരിജാൻ ആശ്രമം കൂടിയും എന്നൊരു പേരും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മഹാത്മാഗാന്ധിജി താമസിച്ച റൂമും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി താമസിച്ച റൂമും അവിടുത്തെ കിച്ചൺ ഏരിയയും ഫുള്ള് നമ്മുടെ ഓടിട്ട പെരകളൊക്കെ ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലാണ് കേട്ടോ അവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിലൊരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സംഭവങ്ങൾ കൂടുതൽ മഹാത്മാഗാന്ധിജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടെ. പിന്നെ ഇവിടെയാണ് കേട്ടോ കേരള ഫുഡ് കോർണർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കട. എൻ്റെ പിന്നെ നോക്കിയേ, കേരള ഫുഡ് കോർണർ അടിപൊളി. ജസ്റ്റ് ഒന്നൊക്കെ കയറിയിട്ട് പോവാട്ടോ. കേരള ഫുഡ് കോർണർ. നമുക്ക് സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം, എന്നിട്ട് ഉള്ളിലേക്ക് കയറാം കേട്ടോ. തൃശ്ശൂർ തന്നെ. അടിപൊളി. പേര്? ലോറൻസ് ഏട്ടനും മകനാണോ? മകൻ. നിങ്ങൾ രണ്ടുപേരാണ് നടത്തുന്നത്? അടിപൊളി. അലൻ, എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി, തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി നേരെ കാശ്മീർ വരെ. അപ്പോൾ 1-2 മലയാളികളോട് പറഞ്ഞു ഒരു കേരള കോർണർ എന്ന് പറഞ്ഞിട്ട് നാടൻ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാണ്. എന്തോ പറയാൻ വന്നല്ലോ. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഓക്കെ അവിടെ ആയിരുന്നു. ആ പണിയണ സ്ഥലത്തല്ലേ? മനസ്സിലായി. അവിടെ ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആവാനല്ലേ? ഓക്കെ മനസ്സിലായി. ഗൈസ് നോക്കൂ,
നല്ല ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ ചോറ്, ഉപ്പേരി. ഇതെന്തായിരുന്നു? ഇത് ചാറ് കറി, ഇത് മീൻ കറിയാണല്ലേ? മീൻ കറി. ഞാൻ വിചാരിച്ചു ഉപ്പേരിയാണെന്നുണ്ട്. അല്ല ഇതല്ല. ഞാൻ ഇത് കഷ്ണം കണ്ടപ്പോഴേ ഇരുമ്പാമ്പുളി എൻ്റെ പൊന്നെ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അത് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണതാ. പോയപ്പോൾ കൊണ്ടുവരുന്നത് ഇരുമ്പാമ്പുളിയും അങ്ങനത്തെ ഇതുകളൊക്കെ. ഞാനും വിചാരിച്ച് അടിപൊളി. മീൻ ഇവിടെ കിട്ടില്ല. ഇത് സാമ്പാർ. ഇത് സാമ്പാറല്ലേ? ഇത് സാമ്പാർ. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, മലയാളി ഫുഡ്. ഞാൻ ഒരു മാസമായി ഇറങ്ങിയിട്ട്, ഒരു മാസത്തിന് മേലെ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, തൃശ്ശൂരിൽ നിന്ന്. പേര് ജോയൽ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. കേരള ഫുഡ് കോർണർ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം, മലയാളി ഫുഡ് കഴിക്കാം. ഗുജറാത്ത് അഹമ്മദാബാദ് സ്ഥലത്താണ് കേട്ടുള്ളത്. ഇതാ സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് എൻക്ലേവ്, നരേന്ദ്രമോദി സ്റ്റേഡിയം കേട്ടോ. ഈ സ്റ്റേഡിയത്തിൻ്റെ ഇതിൽ കൂടെയാണ് കളിയൊക്കെ നടക്കണ. കാരണം ഇപ്പോൾ കളി ഉണ്ടാവും ഈ സമയത്ത് അറിയില്ല കേട്ടോ. കുറേ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ അടുത്തെങ്ങാനും. അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനൊരു ഇതിങ്ങനെ കാണണം കേട്ടോ. ഡെക്കാത്ലോൺ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ആയിട്ട് ഈ സാധനം ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫുള്ള് ബിൽഡിങ്ങുകളിലായിരിക്കും കേട്ടോ, ഷോപ്പിംഗ് മാളിലും അങ്ങനെയൊക്കെ ആയിരിക്കും. എവിടെയാ? അതെ, അടിപൊളി സെറ്റ്. ഒരു പണിയായി, ഒരു വഴിയായി. ഇൻട്രൊഡ്യൂസ് ലൈവ് പോയോണ്ടിരിക്കുക. ഇത് ഡെക്കാത്ലോണിന്റെ വണ്ടിയല്ല കേട്ടോ, ഡെക്കാത്ലോണിന്റെ വണ്ടിയല്ല അത്. അതെ അല്ലേ, അടിപൊളി ഗൈസ്. ഇങ്ങനത്തെ ഒരു സംഭവം എല്ലാ ഡെക്കാത്ലോണിലും വേണം കേട്ടോ. മാപ്പ് ടു ഗൈഡ് യു എന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്ക് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഇവിടെ ചെക്കൗട്ട് ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോവാം കേട്ടോ. ഫുൾ സംഭവങ്ങൾ ഒരു ഐഡിയ കിട്ടും. ഇതിവിടെ വന്നപ്പോൾ കണ്ടതാണ്, അടിപൊളി. കുറച്ചധികം നേരം ഡെക്കാത്ലോണിൽ ചിലവഴിച്ച് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററല്ലേ ഉള്ളൂ? 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം ഉണ്ട്. കുറച്ച് മലയാളി പിള്ളേരുടെ ഹോട്ടൽ അല്ലേ? അതെ അതെ, പഴംപൊരി എന്നുള്ള വിഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഹോട്ടൽ. അപ്പോൾ ഞാനിവിടെ ചെറിയ സൈക്കിൾ കുറച്ച് ചെക്കപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് പിന്നെ ആളുടെ ഫ്ലാറ്റിൽ പോയി. അപ്പോൾ ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് ഇറങ്ങാം കേട്ടോ പയ്യെ. ഞാൻ നീ കേട്ടോ, അവിടെ കാണാം, ഫ്രഷ് ആയിട്ട് വാ. അപ്പോൾ അവിടെ കാണാം. ഓക്കെ, ആളങ്ങോട്ടേക്ക് വരും കേട്ടോ. ഗൈസ് ഇത് കൊള്ളാട്ടോ. ഇത് ഫുള്ള് വലിയൊരു ഇതാണ് കേട്ടോ. അറ്റം മുതൽ ഈ അറ്റം വരെ റോങ് സൈഡോ വലിയൊരു ഇതാ. ഇവിടെ എവിടെയാണ് കേട്ടോ അവരുടെ കട വരണേ. അവരുടെ കടയിലാണെന്ന് എവിടെയെങ്കിലും ഒന്ന് ശരിയാണ് കേട്ടോ. നോക്കട്ടെ ഗൈസ്, ഇവിടെയാണ് കേട്ടോ സ്ഥലം വരണേ. സ്പൂൺ, ഇതാണ് ഷോപ്പ് ഗൈസ്. ഇതാ കാണുന്നത് കേട്ടോ, സ്പൂൺ. അവിടെയാണ് നമ്മുടെ പരിചയക്കാരനുള്ളത് ഗൈസ്. തൊട്ടപ്പുറത്ത് ചെറിയൊരു ഇവരുടെ റൂം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സ്പൂണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഡെക്കാത്ലോൺ ടീം ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഇറച്ചിച്ചോറ് തുടരിക്കുമോ? ആ ഫോൺ നോക്കിയോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും രണ്ടും പോയില്ലേ? അപ്പോൾ സ്പൂണിലേക്ക് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. അവരുടെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഗൈസ് പേര് പറയൂ. എൻ്റെ പേര് ആഷിഫ്. ഒരാള് കാലിക്കറ്റ്. ബ്രോ പറഞ്ഞില്ല. മലപ്പുറം. ഇനി എത്ര പേരുണ്ട് ഇവിടെ മലയാളികൾ? 5-6 പേര് നമ്മളുമായി ബന്ധപ്പെട്ടു ഇവിടെ തന്നെ ഉണ്ട്. കൂട്ടായ്മ മൊത്തം മല്ലു വൈബാണ്. പേര് അജ്മല്. അവിടെ റാഷിദ് മെയിൻ ഷെഫാണ്. മാസ്റ്റർ ഷെഫ് എന്ന് പറയും. മാസ്റ്റർ ഷെഫ്. പിന്നെ അസിസ്റ്റന്റ് ഷെഫ് നമ്മൾ തന്നെ.
ആ കൈ എനിക്കാണ് തരുന്നത്. അടിപൊളി കേട്ടോ. അപ്പൊ ഞാനിവിടെ വന്ന് കമ്പനി അടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ, ഫുഡ് അടിച്ചിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് ഫുഡ്. ഓക്കെ, ഞാൻ ഫുഡ് അടിക്കട്ടെ. അപ്പോൾ ഞാൻ ഇറച്ചിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇറച്ചിച്ചോറ് കുറേ നാളായി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. മര്യാദയ്ക്ക് ഇത് കഴിച്ചിട്ട്. ഏത് ഇല്ല, അത് ഞാൻ വിട്ടു തരില്ല. ആ സ്പൂൺ എന്ന് പറഞ്ഞ മലയാളികളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലാറ്റിൽ കിടന്നു എന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ടെൻറ്റിൽ കിടന്നാലേ ഉറക്കം വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ വീടിൻ്റെ ടെറസിൽ പോയിട്ട് ടെൻ്റ് അടിച്ച് അവിടെയാണ് കിടന്നത് കേട്ടോ. പെട്രോൾ പമ്പിലും ഇതിലൊന്നല്ല ഇന്ന് രാത്രി കിടന്നത്. ഞാൻ ടെൻ്റ് അടിച്ച് റൂഫ് ടോപ്പിലാണ് കേട്ടോ ടെൻ്റ് അടിച്ചത്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, താഴെ നിന്നും ആരും കയറി വരില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നേന്ത്രപ്പഴം കഴിച്ചു. പിന്നെ ഞാൻ പറയാറില്ലേ, തൈര്, ഒരു ബോട്ടിൽ തൈരുണ്ട്. ആ തൈരിൽ കുറച്ച് മ്യൂസ്ലിയും ഫ്രൂട്ട്സും അങ്ങനത്തെ ഒരു ഇത് കിട്ടും, പാക്ക് കിട്ടും. അത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് പ്രൊമോഷനാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതുകൊണ്ട് പേര് പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതെങ്കിലും മ്യൂസ്ലിയുടെ ഏതെങ്കിലും ഒരു പാക്ക്, അതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഒരു സാധനം ഉണ്ടാവും കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് കാലത്ത് കഴിച്ചിട്ട് നമുക്കൊരു 12 മണി വരെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആ സാധനം കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ദഹിയും വാങ്ങി അതുപോലെ തന്നെ ഈ സാധനം മിക്സ് ചെയ്തിട്ട് കാലത്ത് പരിപാടി കഴിച്ച് നമ്മൾ പുതിയ ദിവസം പുതിയ യാത്ര ആരംഭിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വേറൊരു മലയാളിയാണ് കേട്ടോ. ഗുജറാത്തിൽ ഫുള്ള് മലയാളികളുണ്ട് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും മലയാളികളെ നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. ഒരു മലയാളിയുടെ കയ്യിൽ നിന്ന് അടുത്ത മലയാളിയുടെ നമ്പർ വാങ്ങും. അങ്ങനെയാണ് കണക്ട് ചെയ്ത് പോണത്. ഗുജറാത്ത് ഫുള്ള് നമുക്ക് മലയാളികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അവരോടൊന്നും യാത്ര പറയാൻ വേണ്ടി നിന്നില്ല കേട്ടോ. അവർ നമ്മുടെ സ്പൂൺ മലബാർ കഫേ ഉണ്ടല്ലോ, ഇന്നലെ കണ്ടത്. ആ കഫേ പുലർച്ചെ 2 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 മണി വരെയുള്ള കാരണം അവർ പുലർച്ചെ 3 മണിക്ക് വന്നേക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ അടുത്ത 200 കിലോമീറ്റർ ഭയങ്കര ക്രൂഷ്യലാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഓസ്ട്രേലിയയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അടുത്ത 200 കിലോമീറ്റർ ഭയങ്കര ക്രൂഷ്യലാണ്. ഞാൻ വേഗം പോകും കേട്ടോ. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു കിണറുണ്ട്, സ്റ്റെപ്പ് വെല്ല് എന്ന് പറഞ്ഞിട്ട്, സ്റ്റെപ്പുകളോടായിട്ട്. അപ്പോൾ അത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കവർ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് രാജസ്ഥാനിൽ അങ്ങനത്തെ സെയിം സാധനം ഉണ്ട്, അവിടെ പോയി കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഞാൻ ഈ 200 കിലോമീറ്റർ വേഗം തീർക്കണം കേട്ടോ. വേഗം രാജസ്ഥാൻ ഉദയ്പൂർ എത്തണം. അപ്പോൾ അതാണ് ലക്ഷ്യം ഇപ്പോഴത്തെ. ഇത് മണൽ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനാണെന്ന് കേട്ടോ. നോക്കിയേ എന്തോരം മണലാന്ന് നോക്കിയേ, ഫുള്ള് മണൽ കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലേക്ക് മാത്രം കണ്ടിട്ടുള്ള മണലാണ് കേട്ടത്. ഓരോരോ തരം മണലാണെന്നുണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് സിമെൻറ്റ് പൊടിയല്ലേ. ഇത് നമ്മുടെ കായലിൽ നിന്ന് വരണ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇതാണെന്ന് കേട്ടോ. നിയമവിരുദ്ധമാണിത് ആക്ച്വലി. മോനെ, പണ്ട് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കിട്ടും, ക്ലേ പോലത്തെ സാധനം. അത് തപ്പും കേട്ടോ. പണ്ട് ഞങ്ങൾ ബന്ധുക്കളെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നിട്ട് എനിക്ക് ഒരു 10ാം ക്ലാസ്സിനൊക്കെ മുന്നേ ഫുള്ള് മണലാണ് കേട്ടോ. ഈ ഭാഗം ഫുള്ള് അവിടെ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മണൽ വേർതിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിരിക്കും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓരോ ടൈപ്പ് മണലുകൾ മെഷീൻ വെച്ചിട്ട് മണൽ പൊടിക്കണത് കണ്ട ഫുള്ള് ഇതാ അവിടെ വീഴുന്നുണ്ട് എല്ലായിടത്തും. എനിക്കതാ തോന്നണം കേട്ടോ കണ്ടിട്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, കാരണം അത് ഭയങ്കര നൈസ് പൊടിയാണ്. അപ്പോൾ ഓരോ ലോഡ് അനുസരിച്ചിട്ടായിരിക്കും വില വരണേ. പൊടിച്ച മണലും അരിച്ച മണലും അരിക്കാത്ത മണൽ, അങ്ങനെ അടിപൊളി. ഓരോ നാട്ടിലും ഓരോരോ കാഴ്ചകളാണല്ലോ. હાય બોલો લાઈવ હાય બોલો. નમસ્કાર મિત્રો, હું છું તમારો લોકગાયક સિંગર રવિ ચરાડા. અને ભાઈ અમારા ભાઈબંધ અમોને પ્રોથી જ આપણે નર્મદા નદી ત્યાં મળ્યા છીએ. અને મારી ઇન્સ્ટા આઈડી સિંગર રવિ ચરાડા ચરોડા ઓફિશિયલ.
હા ઓકે. અને ભાઈ અહીંયા પહોંચ્યા છે તો અમે રસ્તામાં ભાડીને એમનો ઊભી રખાઈ ગાડી અને હવે ભાઈને પૂછીએ હવે થોડી વાર વિડીયો કોક બનાવવો હોય તો અમારી પણ જાહેરાત થાય એમને પણ આટલા સુધી પહોંચ્યા તો ઠંડુ બંડુ કોક કરાવીએ ભાઈને બીજું તો શું કહીએ ઠંડુ બંડુ કરાવીએ આગળ એક ગલ્લો આવે છે તો ઊભા રહીએ અમે ભાઈને ઠંડુ બંડુ કરાવી પછી ભાઈને થોડી વાર અહીં વિદાય આપીએ તો એમના નીકળે આગળ આવો ગલ્લો ઠંડു બંડુ કરી આપો ഓക്കെ ഓക്കെ. എനിക്കറിയാൻ പാടില്ല കേട്ടോ, പെട്ടെന്ന് ഒരാൾ വന്ന് നിർത്തിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കി ആ നദിയുടെ അവിടെ ചെക്ക് ഡാം പോലെ വെള്ളം ക്രോസ് ചെയ്യാണ് കേട്ടോ, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേസമയം ഇതാണ് പാലം വരുന്നത്. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൃഷി, നദിയിൽ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്കിയേ, ഇത് ഒരു നദിയാണ് പോയോണ്ടിരിക്കുന്നത് കേട്ടോ. നദിയുടെ നടുവിലാണ് അവർ കൃഷി ചെയ്യണേ. ചിന്തിക്കാൻ പറ്റും ഇതൊക്കെ. എൻ്റെ ദൈവമേ, നല്ലോണം മീനുകളും ഉണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ നല്ലോണം മീനുകളും ഉണ്ട്. അവിടെ അവർ കൃഷി വട്ടം തിരിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, ഇതൊരു നദിയാണ് കേട്ടോ. നദിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടോ, ആ നദിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നദി അവർ അവിടെ ചെക്ക് ഡാം വെച്ച് ക്ലോസ്ഡ് ആണ് ആ നദി. അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ഈ സംഭവം ഇവരിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ടാ, വല്ലാത്തൊരു കാഴ്ചയായി പോയി. എന്താ കൃഷി ചെയ്യണേന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ആൾക്കാരുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഫുൾ ആൾക്കാരുകളുണ്ട്. ഗൈസ്, അത് സബർമതി റിവർ തന്നെയാണ് കേട്ടോ. ഏതൊരു നദി എന്ന് പറഞ്ഞത് ഡബിൾ ചെക്ക് ചെയ്തു. സബർമതി തീരത്ത് എന്ന് പറയാൻ പറ്റില്ല, നദിയുടെ നടുവിലാണ് കേട്ടോ അവർ കൃഷി ചെയ്യണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറൈറ്റി കോൺസെപ്റ്റ് കൊള്ളാം. ഇവിടെ ഹൈവേയില് സൈഡിലായിട്ട് ആ കാണുന്ന ഹോട്ടൽ ഷഗുൺ എന്ന് പറഞ്ഞ ഇതില്ലേ, അതിൻ്റെ അടുത്തൊരു കേരള ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയുടെ ടയർ കടയുണ്ട് കേട്ടോ. ഇതാ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ, കേരള ടയേഴ്സ്. കുട്ടൻ ചേട്ടൻ ഇല്ല, എവിടെയാന്നും ഉണ്ട്. കേരള ടയേഴ്സ് കേട്ടോ, അവരുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ വന്നു. നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ടയർ കടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഒരു മലയാളി കണക്ട് ചെയ്ത് വന്നതാണ്. ഇതിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാഗും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ 3 കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ടെൻ്റ് അടിച്ച് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനാണ്. ടെൻ്റ് കിടന്ന് ശീലമായിട്ടേ. അതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല ചോറും പരിപ്പ് കറിയും ഉണ്ടാക്കിയിട്ടാ. ചെറുതായിട്ട് ഞാൻ സഹായിച്ചിട്ട് ചോറ് എല്ലാമായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി നമ്മൾ ഇവിടെ നിന്നും ഒരു 100 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മുടെ ഇവിടേക്ക് രാജസ്ഥാൻ കയറാൻ വേണ്ടിയിട്ട്, ബോർഡറിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കൂടാം. ഉച്ചയായിട്ടുള്ളൂ, എന്നാലും നമുക്ക് പയ്യെ പോയാൽ മതിയല്ലോ. നമ്മൾ അസുഖം ഇൻഫെക്ഷൻ വന്ന കാരണേ അധികം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നൊരു 50 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും 170 കിലോമീറ്റർ എടുക്കുന്നുണ്ട് ഉദയ്പൂർ എത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ സർപ്രൈസിന് വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമയമുള്ള കാരണം അലക്കലും ബാക്കി പരിപാടികളും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. മലയാളികളുടെ കടയായതുകൊണ്ടും മലയാളി ആയതുകൊണ്ടും നാട്ടിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് അന്ന് രാത്രി നമ്മൾ ടെൻ്റ് അടിച്ച് അവിടെ ഒരു ഷട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ടെൻ്റ് അടിച്ച് കിടന്നു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം 2-3 ദിവസം കൂടുമ്പോഴാണ്
അതുകൊണ്ടാണ് എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യണത് കേട്ടോ. ആ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ സ്ഥിരം വീഡിയോസ് എടുക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാത്രി ക്യാമ്പ് ചെയ്യുന്നത് എവിടെയാണെന്നും കാട്ടി തരണത്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നമ്മുടെ സർപ്രൈസ് നാളെയാണ് വരാം കേട്ടോ. നാളെ 6 മണിക്ക് വീഡിയോ സാധാരണ പോലെ വരുമ്പോൾ അതിലായിരിക്കും സർപ്രൈസ്, ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. സോ നാളെ 6 മണിക്ക് കാണാം. ഇന്ന് രാത്രി സ്റ്റേ ഇവിടെയായിരുന്നു. സോ ഗുഡ് നൈറ്റ്. നാളെ 6 മണിക്ക് കാണാം ഗൈസ്. സ്റ്റേ ട്യൂൺഡ്.